പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കണം. പലപ്പോഴും ലോക അന്ധകാരത്തിൽ നാം ആയിരിക്കുമ്പോൾ വെളിച്ചം ശരിക്കും മനസ്സിലാകാൻ പറ്റാതെ ഇരിക്കുകയാണ്. ക്രിസ്തു എന്ന വെളിച്ചത്തെ നാം അറിഞ്ഞുവെങ്കിലും ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ശരിക്കൊന്ന് ഹല്ലേലൂയ വ്യാപിക്കാതെ പലപ്പോഴും അന്ധകാരത്തിൽ ഇറങ്ങുന്ന അവസ്ഥയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നാം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വ്യക്തിപരമായി പ്രാർത്ഥനാ ബന്ധത്തിൽ ക്രിസ്തു എന്ന ബന്ധത്തിൽ അടുത്തുകൊണ്ട് ക്രിസ്തു എന്ന വെളിച്ചത്തിൽ അധിവസിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. നമ്മിൽ ദൈവത്തിൻ്റെ ശക്തി വെളിച്ചം വ്യാപരിക്കാതെ പലപ്പോഴും ഇരുട്ടിലേക്ക് നടക്കുമെങ്കിൽ സ്തോത്രം, പലവിധമായ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹല്ലേലൂയ പല ഇരുട്ടിൻ്റെ മേഖലകളിൽ കൂടെ കടക്കുമ്പോൾ കർത്താവ് തരുന്ന നന്മകളെ മൂടി മറയുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെ നാം തിരിച്ചറിയണമെങ്കിൽ അത് ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ലൈറ്റ് പ്രകാശിച്ചാൽ മാത്രമേ അവിടെ ഇരിക്കുന്ന വസ്തുക്കളെ നാം തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തു ഹല്ലേലൂയ എന്ന വെളിച്ചം, ഹല്ലേലൂയ വചനം എന്ന വെളിച്ചം ഹല്ലേലൂയ നമ്മിൽ ഹല്ലേലൂയ ആക്കിക്കൊണ്ട്, നമ്മുടെ ഉള്ളിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ചാൽ മാത്രമേ ആ ദൈവികമായ ശോഭയിൽ, ദൈവികമായ വെളിച്ചത്തിൽ നടക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ഹല്ലേലൂയ അക്രമോ അനീതിയും ഹല്ലേലൂയ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പല കുഞ്ഞുങ്ങൾ, പല യൗവനക്കാരും മദ്യത്തിനും മയക്കുമരുന്നിലും അടിമകളായിരിക്കുമ്പോൾ, പലരും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ജീവിതമേ, വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുക. ക്രിസ്തു എന്ന വെളിച്ചത്തിൻ്റെ പാതയിൽ കൂടെ നീ പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ ഇരുട്ടിൻ്റെ മേഖലയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ തീരുമാനമെടുക്ക്. കർത്താവ്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ കൂടെ തന്നെ ഞാൻ ഇന്ന് പകൽക്കാലം ഇന്ന് മുതൽ ഞാൻ സഞ്ചരിക്കാനിടയാകും. എൻ്റെ തലമുറകളും അങ്ങനെ തന്നെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരോട് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മാതൃകയാക്കുകയും അവരെ അതിൽ കൂടെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുടുംബമായി ഹല്ലേലൂയ ക്രിസ്തു എന്ന ലൈറ്റിൽ, ആ പ്രകാശത്തിൽ നടക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് നന്മ ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല? പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലപ്പോഴും എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നുണ്ട്, അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പക്ഷേ അത് കാണുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രകാശം വേണം. ഹല്ലേലൂയ. ഒരു വസ്തു ഉണ്ടായിരുന്നാൽ ഇരുട്ടിൽ ഹല്ലേലൂയ നമുക്കൊന്നും കാണുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ജനമേ, നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഓർത്തു നോക്കിക്കേ. അത് ചെറുതൊന്നുമല്ല കേട്ടോ. ദൈവികമായ ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ അത് വലുത് തന്നെയാ. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ നോക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. നഷ്ടമായി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും കാണുവാൻ സാധിക്കത്തില്ല. പലപ്പോഴും ദൈവികമായ മർമ്മങ്ങളെ വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റാതെ മനസ്സിന്റെ ഹല്ലേലൂയ അടിത്തട്ടിൽ പലപ്പോഴും മുറിവിന്റെ അവസ്ഥയിലായിരിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽക്കാലം ഈ വചനം ഹല്ലേലൂയ നീ ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കുക. നടക്കുന്നത് ക്രിസ്തു എന്ന വെളിച്ചത്തിലാകട്ടെ. എന്നാൽ ദൈവികമായ അഭിവൃദ്ധി പ്രാപിക്കുവാനോ, ദൈവികമായ ശോഭയാൽ നിറയുവാനോ നമ്മുടെ മക്കളും ഹല്ലേലൂയ അത് കണ്ട് ക്രിസ്തു എന്ന വെളിച്ചത്തിൽ നടക്കുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ മടങ്ങി വരുമെങ്കിൽ ക്രിസ്തു എന്ന വെളിച്ചം നമ്മിൽ സ്പ്രെഡ് ആവുകയും അത് അനേകർക്ക് ഹല്ലേലൂയ സ്പ്രെഡ് ആക്കുകയും നമ്മിൽ കൂടെ ഹല്ലേലൂയ അനേകരിൽ അത് വ്യാപരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ അനേകരിൽ അത് വ്യാപിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.